അച്ഛൻ സിനിമ കണ്ടോ? അച്ഛൻ കണ്ടിട്ടില്ല. അച്ഛനിപ്പോൾ ഒരു അച്ഛൻ വായിച്ചിരുന്നോ? അച്ഛന് ഞാൻ ഫുൾ കറക്ഷൻസ് കഴിഞ്ഞിട്ട് കൊടുക്കാന്നുള്ളത് കൊണ്ട് ലാസ്റ്റ് മിനിറ്റ് വരെ വെച്ച് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ശ്രീനി, എനിക്കറിയാവുന്ന ശ്രീനി, എല്ലാവർക്കും അറിയാവുന്ന ശ്രീനി വളരെ കൃത്യമായ സർക്കാസമുള്ള ആളാണ്. എങ്ങനെയാണ് മകൻ്റെ സിനിമകളിലെയും അതിൻ്റെ ഫലിതത്തെയും അതിൻ്റെ അകത്തെ നർമ്മത്തെയും, ഐ മീൻ ഹ്യൂമർ, അതിൻ്റെ അകത്തെ ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവ്, ഇതിനെയൊക്കെ അച്ഛൻ എങ്ങനെയാണ് കാണുന്നത്? അച്ഛൻ വളരെ ഷാർപ്പായിട്ട് ഉള്ള കാര്യം പറയും. അച്ഛൻ ഷാർപ്പാണെന്നുള്ള കാര്യം നമുക്കൊന്നും സംശയമില്ല. മകൻ്റെ സിനിമ അച്ഛൻ എങ്ങനെ കാണുന്നു? വടക്കൻ സെൽഫിയുടെ സ്ക്രിപ്റ്റാണ് ഞാൻ ലാസ്റ്റ് ഇതിനു മുമ്പ് അച്ഛൻ വായിച്ചത്. അപ്പോൾ വായിച്ച ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഫസ്റ്റ് ഹാഫ് വളരെ നന്നായിട്ടുണ്ട്, സെക്കൻഡ് ഹാഫ് അത്ര തന്നെ മോശമായിട്ടുണ്ട്. ഫസ്റ്റ് വായിച്ചിട്ടാ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇന്ന ഏറിയാണ് അച്ഛന് പ്രശ്നം തോന്നിയത്, ഇന്ന ഏറിയ ബിലീവബിൾ ആയില്ല, സെക്കൻഡ് ഹാഫിൽ ഇന്ന സ്ഥലത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നി, അത് ചിന്തിക്കണം, ഇത് ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അതേപോലെ തന്നെ ഇക്ബാൽ ക, ലാലുവേട്ടൻ, അതിലേറ്റവും കൂടുതൽ സജഷൻസ് വന്നത് അച്ഛൻ്റെ സൈഡിൽ നിന്നാണ്. അപ്പോൾ അതെല്ലാം വെച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഹാഫ് റീവർക്ക് ചെയ്തത്. സെക്കൻഡ് ഹാഫ് ആക്ച്വലി റീവർക്ക് ചെയ്ത് തീരാണ്ട് ഫസ്റ്റ് ഹാഫ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സെക്കൻഡ് ഹാഫ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡ്രാഫ്റ്റ് റെഡി ആയിട്ട് തന്നെ ഞങ്ങൾ തുടങ്ങി. അയ്യോ, അതിന് ധൈര്യമില്ല രഞ്ജങ്ങളെ, അത് ടെൻഷനാണ്. അപ്പോൾ അങ്ങനെ പറയും. അപ്പോൾ ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ലാസ്റ്റ് വരെ ഒന്ന് ഫൈനായിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് അച്ഛന് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേടിച്ച് ഇങ്ങനെ മാറ്റി എല്ലാത്തിലും ശ്രീനിക്ക് പറയാനുണ്ടാവും. കാരണം ശ്രീനി ഡയറക്ടറാണ്, റൈറ്ററാണ്, ആക്ടറാണ്, പാട്ട് പാടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും വളരെ കൃത്യമായ ഒരു ഒബ്സർവേഷൻ ഉണ്ടാവും, ക്രിറ്റിസിസം ഉണ്ടാവും, അല്ലേ? ഒരു ക്യാരക്ടർ പറയാത്ത ഒരു ഡയലോഗ് ഒരു സീനിൽ വന്നാൽ പോലും അത് പെട്ടെന്ന് പിടിക്കും, നോട്ട് ചെയ്ത് പറയും. അതുപോലെ തട്ടൊക്കെ ഞാൻ അച്ഛൻ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. ഫുൾ വായിച്ചിട്ട് ഇങ്ങനെ ഇന്ന് അച്ഛന് ഇഷ്ടപ്പെട്ടു അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ 67ാമത്തെ സീനിൽ നീ എഴുതിയ 67ാമത്തെ പേജിൽ നീ എഴുതിയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ഈ പേജ് നമ്പറൊക്കെ എങ്ങനെ ഓർത്ത് വെക്കുന്നതെന്ന്. അപ്പം അത് അങ്ങനെയൊക്കെ അച്ഛൻ മാത്രമേ സംസാരിച്ച് ഞാൻ കേട്ടിട്ടുള്ളൂ. അച്ഛൻ എങ്ങനെയാണ് അത് ഓർമ്മയിൽ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ശ്രീനി ഇതുപോലെയാണ്, അന്ന് എഴുതുന്ന ആളായിരുന്നു. പക്ഷെ ഇതെല്ലാം തലയിൽ ഉണ്ടാവും എന്നുള്ളതായിരിക്കും. അതെ, എഴുതാതിരിക്കുമ്പോഴും ഇതെല്ലാം തലയിലുണ്ടാവുമല്ലോ. അതെ. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, വിനീതിൻ്റെ വൈഫ്, സാധാരണ സ്ത്രീകൾക്ക് ഒരു വീട്ടമ്മ, ഉദ്യോഗസ്ഥ ഒക്കെയാണ്. സിനിമയുടെ ലൊക്കേഷനിൽ വരുന്നത് ചിലപ്പോൾ ഒരു വലിയ രസമുള്ള കാര്യമായിട്ട് തോന്നാം. ഞാൻ ഡബിങ്ങിലും വന്നിട്ടുണ്ട്. ത്രൂ ഔട്ട് ദ സിനിമ ഷീ വാസ് ദേർ, അല്ലേ? അതെന്തൊരു ടീം വർക്കാണ്, അങ്ങനെ ഒരാളുടെ ഒരു പ്രസൻസ് ഇതിൻ്റെ? അത് അവള് എൻ്റെ ആദ്യത്തെ ഡ്രാഫ്റ്റ് തൊട്ട് ഇത് ഫുള്ള് കേൾക്കുന്ന ഷെയർ ചെയ്യും. അപ്പോൾ അവൾക്ക് ഒരു ആദ്യഘട്ടം മുതൽ ഇതൊരു ഒരു ത്രെഡ്, ഒരു ചെറിയൊരു നോട്ട് മനസ്സിൽ വരുമ്പോൾ മുതൽ തീരെ ബേസിക് ആയിട്ട് ഐഡിയ ഞാൻ പറയില്ല അത് ഇവരുടെ, കാരണം ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്ത് കളയും. ഇതിലെന്താ ഒരു സിനിമയ്ക്ക് സാധ്യതയുള്ളതെന്നൊക്കെ ചോദിച്ചു കളയും. ഹൗ ക്യാൻ യു ഡു എ മൂവി ഔട്ട് ഓഫ് ദിസ് എന്നൊക്കെ ചോദിച്ചു കളയും. അതുകൊണ്ട് തീരെ ചെറിയ ഐഡിയ ആകുമ്പോൾ ഞാൻ പറയില്ല. ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഓക്കെ ഇത് അവളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടുന്നു തോന്നുന്ന സാധനം മാത്രമേ ഞാൻ പറയുള്ളൂ. ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പറയും. പിന്നെ സീൻസ് എഴുതി കഴിഞ്ഞാൽ വായിച്ച് കേൾപ്പിക്കും. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഞാൻ ഊട്ടിയിൽ നിന്ന് എഴുതി ഫസ്റ്റ് ഹാഫ് തീർത്തിട്ട് വന്ന ഉടനെ എൻ്റെ അടുത്ത് തോന്നുന്നു എനിക്ക് കേൾക്കണം. അപ്പം ഞാൻ പുറത്തെവിടെയോ ഒരു സ്റ്റേജ് ഷോന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു ദിവസം ഇവിടെ ഇരുന്ന് എനിക്ക് നറേറ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫുള്ളിരുന്ന് നറേറ്റ് ചെയ്തു. അപ്പോൾ ഇൻ്റർവെൽ ബ്ലോക്ക് എത്തിയപ്പോൾ അവളുടെ കണ്ണ് പറഞ്ഞു. അവൾ പറഞ്ഞു ഇനി എവിടെയാന്ന് വെച്ചാൽ പോയിക്കോ. അങ്ങനെ പിന്നെ സോങ് സീക്വൻസസ് ഒക്കെ എനിക്ക് ഈ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഒരുവിധം എൻ്റെ ഇത് അങ്ങ് വറ്റാൻ തുടങ്ങും കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഈ സോങ് സീക്വൻസസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ചില സ്ഥലത്തൊക്കെ ഐഡിയാസ് മുട്ടും. അപ്പം ഞാനിങ്ങനെ ചോദിക്കാം അവിടെ എന്ത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യും. അത് ഞാൻ ഷാൻ്റെ അടുത്ത്, ദിവ്യയുടെ അടുത്ത്, നോബലിൻ്റെ അടുത്ത്, ഇവരുടെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ദിവ്യയുടെ ഭാഗത്തുനിന്ന് ഇൻപുട്സ് വരാറുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചത് ഈ
വിനീതിൻ്റെ സിനിമ എന്നുള്ളതിൻ്റെ ഒരു കൗതുകത്തിനപ്പുറം സിനിമയോടൊരു കൂടുതൽ കമ്മിറ്റ്മെൻറ്റോ കൗതുകമോ കുറെ കൂടെ ഒരു പാഷനോ ഒക്കെ ഉണ്ടോ ദീപിക്ക്? എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഷീ വാസ് ദെയർ ത്രൂ ഔട്ട്. അവരുടെ ഡബിങ്ങിനും ഒക്കെ ഉണ്ട്. അതും അങ്ങനെ ഒരു പ്രസൻസ് അറിയിച്ചുകൊണ്ടുള്ളൊരു പ്രസൻസ് അല്ല. ബട്ട് ഷീ വാസ് ആ കൂട്ടത്തിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറോ ഒക്കെ നിൽക്കുന്ന പോലെ ആ ടീമിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഒരു പാഷൻ ഉണ്ടെന്ന് തോന്നുന്നു സിനിമയിലല്ലേ? അത് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനിൽ അതെ അതുണ്ട്. അപ്പോൾ വിഷുക്കാലമാണ്. അപ്പോൾ നമ്മുടെ സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. രഞ്ജിങ്ങളിൽ അറിയാം, ഇതിൽ നമ്മുടെ സിനിമയിൽ ഒരു ഓണപ്പാട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓണക്കാലം അല്ലെങ്കിൽ പാടി അഭിനയിച്ചത് അല്ല, ഞാനും അല്ല, രഞ്ജിയങ്ങള് പാടി അഭിനയിച്ച ഒരു ഓണപ്പാട്ടുണ്ട്. ആ ഓണപ്പാട്ട് നമുക്ക് എന്തായാലും ഇവർക്ക് ഈ വിഷുക്കാലത്ത് ഡെഡിക്കേറ്റ് ചെയ്യാൻ. രണ്ടും മലയാളിക്ക് പ്രിയപ്പെട്ട ആഘോഷങ്ങൾ തന്നെ. മലയാളിക്ക് ഓണം, വിഷു, തിരുവാതിര, ക്രിസ്മസ്, പെരുന്നാൾ എല്ലാം ഒരേപോലെ എല്ലാവരും ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽസ് ആണ്. നമുക്ക് ഓണമായാലും വിഷു ആയാലും മലയാളികൾ ഒരുമിച്ച് ഒരു വേറെ ഭേദങ്ങളൊന്നും ഇല്ലാതെ ആഘോഷിക്കുന്നതാണ്. ഓണമായാലും വിഷു ആയാലും എല്ലാം നമുക്ക് സെലിബ്രേഷൻസ് അല്ലേ? അപ്പോൾ ഓണത്തിൻ്റെ പാട്ട് വിഷുവിനും കൊടുക്കാം. അപ്പോൾ അവരോട്, പ്രേക്ഷകരോട് എന്താണ് രഞ്ജിയങ്ങളിൽ പറയാനുള്ളത്? ഈ വിഷു ഈ ജേക്കബിൻ്റെ സ്വർഗരാജ്യം ഓണമാക്കുക, സമൃദ്ധമാക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.